പലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തലിനു പകരം കടുത്ത ആക്രമണം എങ്ങനെ ഉണ്ടായി? ആഗോള ശക്തികളായ 1949 മുതൽ ഒന്നിച്ചു നിന്ന യൂറോപ്പും അമേരിക്കയും രണ്ട് തട്ടിലായതാണ് കാരണം. ഇതോടെ റഷ്യ യുക്രൈനിലും ഇസ്രയേൽ ഗാസയിലും ആക്രമണം കടുപ്പിക്കുകയായിരുന്നു. ലീഡറല്ല, ഡീലർ എന്നാണ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴുള്ള വിശേഷണം. റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിലും ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലാണെങ്കിലും ഡീൽ ഉറപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലും ഡീൽ ഉറപ്പിക്കുന്ന ട്രംപിനെയാണ് ലോകം കണ്ടത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ട്രംപ് ഗൾഫിൽ വന്ന് മടങ്ങിയ ശേഷം ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്? ഈ യുദ്ധത്തിന് കാരണം ഒന്നേയുള്ളൂ. അമേരിക്കയും യൂറോപ്പും ഇപ്പോൾ രണ്ട് തട്ടിലാണ്. അവർ ഒന്നിച്ചു നിൽക്കുമ്പോഴല്ലാതെ ഭയപ്പാടിന്റെ കാര്യമില്ല. പുടിനു വേണ്ടി ട്രംപ് ഇറങ്ങിയപ്പോൾ പിളർന്നതാണ് അമേരിക്ക യൂറോപ്പ് ബന്ധം. രണ്ടാം ലോകയുദ്ധാനന്തരം 1949 ആരംഭിച്ച ബന്ധമാണ് ആദ്യമായി മുറിഞ്ഞത്. അതുവരെ സെലൻസ്കിക്കും യുക്രൈനും വേണ്ടി ഒരേ ശബ്ദത്തിൽ നിന്നതാണ് യൂറോപ്പും അമേരിക്കയും. ട്രംപ് വന്നതോടെ അമേരിക്ക റഷ്യയ്ക്കൊപ്പമെന്ന നിലയിലായി. സെലൻസ്കിയെ പിന്തുണയ്ക്കാൻ യൂറോപ്പ് മാത്രവും. പ്രബല ശക്തികൾ രണ്ടായതോടെ ധൈര്യം കൂടിയത് പുടിനാണ്. ഡീൽ ഉറപ്പിക്കും മുൻപ് യുക്രൈനെ പരമാവധി നശിപ്പിക്കുക എന്ന നിലയിലേക്ക് പോയി. ഇനി ഇതേ വിഷയത്തിൽ പുടിൻ എസ്തോണിയയിലേക്ക് സൈന്യത്തെ അയച്ചാലും സംഭവിക്കുന്നത് ഇതുതന്നെയായിരിക്കും. ട്രംപിന്റെ അമേരിക്ക എസ്തോണിയയ്ക്കൊപ്പമാകില്ല, പുടിനൊപ്പമായിരിക്കും. യൂറോപ്പിന്റെ മാത്രം പിന്തുണ കൊണ്ട് എസ്തോണിയയ്ക്ക് പുടിനെതിരെ പിടിച്ചു നിൽക്കാനും കഴിയില്ല. ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തതും ഇതുതന്നെയാണ്. അമേരിക്കയും യൂറോപ്പും രണ്ട് തട്ടിലായതോടെ യോജിച്ചുള്ള സമ്മർദ്ദം വരില്ല. ഡീൽ ഉറപ്പിക്കും മുൻപ് വെസ്റ്റ് ബാങ്ക് കൂടി ഗാസ പോലെ നശിപ്പിക്കാം. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അത് അനിവാര്യവുമാണ്. ട്രംപ് ഇപ്പോൾ ചൈനയോട് തോറ്റതും വലിയ ചർച്ചാ വിഷയമാണ്. നികുതി ചുങ്കത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത് ആത്യന്തികമായി നഷ്ടമുണ്ടാക്കുന്നത് അമേരിക്കയ്ക്കാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താണോ പറഞ്ഞത് അതെല്ലാം വിഴുങ്ങുകയാണ് ട്രംപ് ചെയ്തത്. ഇസ്രായേലും റഷ്യയും ചെയ്യുന്നത് പോലെ ചൈനയും തായ്വാനിലേക്കോ മറ്റേതെങ്കിലും അയൽരാജ്യത്തേക്കോ തിരിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ നിഗമനം. ചൈന ഇറങ്ങുന്ന അത്തരമൊരു യുദ്ധമാണ് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭയപ്പാട്. ഒന്നിച്ചു നിന്നെതിർക്കാൻ അമേരിക്കയും യൂറോപ്പും ഇല്ലാത്തിടത്തോളം എന്തും സംഭവിക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.